അതുകൊണ്ടാണ് ഇത്തരക്കാര് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത്. മദ്യപിക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നും ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന്. നമ്മളെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ആന്റിബോഡി അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരള്. ഇതിനെ ബാധിക്കുന്ന ഗൗരവമായിട്ടുള്ള ഒരു അസുഖമാണ് ലിവർ സിറോസിസ്. അതിനെപ്പറ്റി പരിപൂർണമായിട്ടുള്ള ഒരു അറിവൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ജനറ്റിക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള മദ്യപാനം, റോങ് ആയിട്ടുള്ള ഡയറ്റ്, റോങ് ആയിട്ടുള്ള ജീവിതശൈലി, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത്. എന്നാൽ പ്രാരംഭ ലക്ഷണങ്ങൾ അറിയുന്നത് നമ്മുടെ ജീവിത രക്ഷയ്ക്ക് സഹായകമാകും. ഇനി ആയുർവേദം എങ്ങനെ ലിവറിന്റെ സംരക്ഷണത്തിന് സഹായകമാകും എന്നുള്ളത് വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മദ്യപിക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇത്രകാലം മദ്യപിച്ചിട്ടും എന്റെ ലിവറിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത്. അതിന് കാരണം നമ്മുടെ ലിവറിന്റെ പവർ തന്നെയാണ്. നമ്മുടെ ലിവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻക്രെഡിബിൾ പവർ ഉണ്ട്. അതായത് ഈ ആൽക്കഹോൾ എല്ലാം കഴിച്ചിട്ടുണ്ടാകുന്ന ഡാമേജുകൾ ലിവർ തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് ശരിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തരക്കാര് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത്. ലിവറിന് ചുരുക്കം സംഭവിച്ചിട്ട് പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ്. ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണോ ഇതിനുള്ള ചികിത്സ? ഇതൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. എന്ത് കാരണം കൊണ്ടാണ് ലിവർ സിറോസിസ് വന്നത് എന്ന് കണ്ടെത്തലാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആ കാരണത്തെ ഒഴിവാക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷത്തോളമെങ്കിലും എടുത്ത് ലിവർ പൂർവ്വാവസ്ഥയിലേക്ക് എത്താറുണ്ട്. തീരെ മദ്യം കഴിക്കാത്തവരിലും ലിവർ സിറോസിസ് കാണാറുണ്ട്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. അതിന് വേറെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ജനറ്റിക്സ്, അതുപോലെ തന്നെ ഏതെങ്കിലും മെറ്റൽസ് അല്ലെങ്കിൽ ടോക്സിൻസ് ഓൾറെഡി നമ്മുടെ ലിവറിനെ ഡാമേജ് ആക്കിയിട്ടുണ്ടാവാം. ഇതൊക്കെ അതിനുള്ള കാരണങ്ങളാണ്. ലിവർ സിറോസിനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്: സ്റ്റേജ് എ, ബി, സി. ഇതിൽ സ്റ്റേജ് എനെ പറ്റി പറയാം. കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് എന്നും ഇതിനെ പറയാറുണ്ട്. ലിവറിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും, എന്നാൽ അതിന്റെ സിംറ്റംസ് പുറത്തേക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. പൊതുവെ കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് കണ്ടെത്തുന്ന ആക്സിഡന്റിലായിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് സ്കാൻ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഈ അസുഖം കണ്ടെത്തുന്നത്. ഇത് ആ സ്റ്റേജിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് സ്റ്റേജ് ബിയിലേക്ക് കിടക്കും, അതായത് ഡി കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ്. ഇങ്ങനെയുള്ളവരിൽ വിശപ്പ് വളരെ കുറയുകയും തന്മൂലം വെയിറ്റ് ലോസ് സംഭവിക്കാറുണ്ട്. പിന്നെ ജോണ്ടിസ്, നമ്മുടെ സ്കിന്നിലും അതുപോലെ തന്നെ കണ്ണിലും ഒക്കെ ഡിസ്കളറേഷൻ സംഭവിക്കാറുണ്ട്, യെല്ലോ കളറിൽ. അതുപോലെ തന്നെ സ്കിൻ റാഷസ് സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ലിവറിന്റെ പ്രധാന ഫംഗ്ഷനാണ് നമ്മളെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ആന്റിബോഡി അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ലിവറിന് ഡാമേജ് സംഭവിക്കുന്നതോടുകൂടി ഇതിന്റെ കാര്യത്തിലും വളരെ കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ലിവറിലെ പ്രോട്ടീന്റെ കുറവുണ്ട് ഫ്ലൂയിഡ് റിട്ടൻഷൻ സംഭവിക്കാറുണ്ട്. കാലിലും വയറ്റിലും ഒക്കെ നീര് വെക്കുക, അസൈറ്റിസ്, എഡിമ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. ലിവറിന്റെ മറ്റൊരു പ്രധാന ഫംഗ്ഷനാണ് ബോഡിയിലെ ടോക്സിൻസിനെ പുറത്തു കളയുക എന്നുള്ളത്. ഈ ലിവർ സിറോസിസ് ഒക്കെ ബാധിച്ച ആൾക്കാരിൽ ഇത് പ്രോപ്പറായിട്ട് സംഭവിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവരിൽ ഇത് ബ്ലഡ് വഴി ബ്രെയിനിലേക്ക് എത്താം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൺഫ്യൂഷൻ, ഡ്രൗസിനെസ്, ചിലപ്പോൾ കോമ വരെ സംഭവിക്കാറുണ്ട്. ഇതിനെ ഹെപ്പാറ്റോ എൻസെഫലോപ്പതി എന്നും പറയാറുണ്ട്. ഇത് തന്നെയാണ് സ്റ്റേജ് സി. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മദ്യം ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇനി ഇതിന്റെ അനുബന്ധ അസുഖങ്ങളായ ഡയബറ്റീസ്, കൊളസ്ട്രോൾ അതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ചിപ്സ്, മിക്സ്ചർ, അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് ചേർത്തിട്ടുള്ള കേക്ക്, പേസ്ട്രി, ഇതൊക്കെ ഇത്തരക്കാരെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മൈദ ചേർത്ത പലഹാരങ്ങൾ. ഇത് കരളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ജ്യൂസുകൾ, ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഇത് നല്ലതല്ലേ എന്ന്. ഇതിൽ ഫ്രൂട്ട്സ് നല്ലതാണ്, പക്ഷേ ഉയർന്ന തോതിലുള്ള ഫ്രക്ടോസ് അത് കരളിന് രോഗം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ബേക്കറിയിൽ അവൈലബിൾ ആയിട്ടുള്ള സോസുകൾ, അതിലും ഉയർന്ന തോതിലുള്ള ഫ്രക്ടോസ് ഉണ്ട്. പഞ്ചസാര, ഹൈ കലോറിയുള്ള പ്രോസസ്ഡ് ഫുഡ്സ്, റെഡ് മീറ്റ്, ഇതൊക്കെ ഇത്തരക്കാരെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നും ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ ധാരാളം ഒമേഗ ഫാറ്റി ആസിഡ്സുകളുള്ള മത്തി, അയല, ട്യൂണ എന്നീ മത്സ്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ചീര, കയപ്പയ്ക്ക, അതുപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ 6 മാസം കൂടുമ്പോൾ ലിവറിന്റെ സ്കാനിങ്, അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ഇതൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. ആയുർവേദത്തിലെ 3 ദോഷങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാലോ: വാദം, പിത്തം, കഫം. ഇതിൽ പിത്തദോഷമാണ് ലിവറിനെ ഗവേൺ ചെയ്യുന്നത്. തുടക്കത്തിൽ പിത്തപ്രകോപത്താൽ ജ്വരവും ജോണ്ടിസും, മധ്യമഘട്ടത്തിലെത്തുമ്പോൾ കഫത്താൽ ഫൈബ്രോസിസും, ലേറ്റർ സ്റ്റേജിൽ വാദത്താൽ അട്രോഫിയും ഓർഗൻ ഫെയിലറും വരെ സംഭവിക്കാറുണ്ട്.
ആയുർവേദത്തില് അഗ്നിബലം കൂട്ടാൻ വേണ്ടി ഒരുപാട് ഇന്റേണൽ മെഡിക്കേഷൻസും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് പഞ്ചകർമ്മ ചികിത്സയും ഇതിനുണ്ട്. കൂടാതെ ഒരുപാട് ഒറ്റമൂലികളും ഇതിനുണ്ട്. പക്ഷെ ഞാനിത് ഇവിടെ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടറെ കണ്ട് മാത്രം ഡോസ് ഫിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ആയുർവേദ പ്രാക്ടീഷണറെ കാണുക, മരുന്നെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ ഡോക്ടർ മിഥുൻ സൈനിങ് ഓഫ് with a gentle reminder, health is the only wealth that stays for a lifetime. Thank you.